വെൽക്കം ടു മൈ ചാനൽ യൂണിവേഴ്സൽ മീഡിയ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, തിരുവല്ലോമല പാമ്പാടിയിലെ ഐവർ മഠത്തിൽ മരിച്ചുപോയ ആത്മാക്കളുടെ ശവസംസ്കാര ചടങ്ങുകളും അതിൻ്റെ അസ്ഥി ശേഖരണമാണ് കാണിക്കുന്നത്. പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന പാമ്പാടി ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഐവർ മഠം. ഇവിടെ നമ്മൾ മരിച്ചുപോയവരെ കൊണ്ടുവന്നതിന് ശേഷം ദഹിപ്പിച്ച് 3-ാം നാൾ അതിൻ്റെ അസ്ഥി പെറുക്കൽ ചടങ്ങാണ് നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ ദിവസം നമ്മൾ ഇവിടെ വന്ന് മരിച്ച ആളുകളുടെ ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അവരുടെ ശിരസ് ഭാഗത്തു നിന്നും നടുഭാഗത്തു നിന്നും പാദഭാഗത്തു നിന്നും 3 അസ്ഥികൾ ഓരോരുത്തരായി ശേഖരിച്ച് അത് കലശത്തിലാക്കണം. ഓരോ അസ്ഥി എടുക്കുമ്പോഴും നമ്മൾ അതിൽ ആദ്യം ഗംഗാജലത്തിൽ മുക്കണം, പിന്നെ ഗോമൂത്രത്തിൽ മുക്കുക, പിന്നെ പാലിൽ മുക്കി അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് കലശത്തിലേക്ക് മാറ്റുന്നത്. അതിന് വേണ്ടുന്ന ചടങ്ങുകൾ പുരോഹിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന വാഴ വയ്ക്കുന്ന ഒരു ചടങ്ങെന്ന് വെച്ചാൽ, അവിടെ അസ്ഥി പെറുക്കൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ശ്മശാന ഭൂമി കൃഷിഭൂമി ആവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന അവസാനത്തെ ചടങ്ങാണ്. അതിനുശേഷം അവിടെ നവധാന്യങ്ങൾ വിതറുകയും വെള്ളം തെളിക്കുകയും ചെയ്യുന്നു. ഹിന്ദു ആചാരപ്രകാരമുള്ള ഈ ഒരു ചടങ്ങ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നടന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലങ്ങളിൽ 100ഓളം പരേതാത്മാക്കളെ ദഹിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ അവരുടെ പേര് എഴുതി വച്ചിരിക്കുന്നതാണ്, മരിച്ചവരുടെ പേര്. ഇത് കഴിഞ്ഞാൽ അതിൻ്റെ 3-ാമത്തെ ദിവസമാണ് അസ്ഥിപെറുക്കൽ ചടങ്ങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് അവിടെ വീണ്ടും കത്തിച്ചതിന് ശേഷം അവരുടെ ബന്ധുക്കൾ അതേപടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവുകളെല്ലാം അവിടെ വിതറിയ നവധാന്യങ്ങൾ കൊത്തിത്തിന്നുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3-ാം ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞ് പിന്നീട് നമ്മൾ 11-നോ 14-നോ 16-നോ ഓരോരുത്തരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ചടങ്ങുകൾ ഇവിടെ തന്നെ വന്ന് ചെയ്യാനുള്ള സൗകര്യം. അതായത് ഭാരതപ്പുഴയുടെ തീരമായതുകൊണ്ട് തന്നെ അവിടെ നമ്മൾക്ക് കലശം നിമജ്ജനം ചെയ്യാം. അപ്പോൾ ഈ ഒരു സൗകര്യം വളരെ ഉപകാരപ്രദമാണ് ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാവർക്കും. അങ്ങനെ 3-ാമത്തെ ദിവസം നമ്മൾ ശേഖരിച്ച അസ്ഥി കലശം അവിടെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും കൊണ്ടുവന്ന് സൂക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് 16-നോ 14-നോ 11-നോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓരോരുത്തരുടെ സൗകര്യാർത്ഥം ഇവിടെ വന്ന് കർമ്മങ്ങൾ ചെയ്ത് പരേതാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ മടങ്ങുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞ് ഇതേമാതിരി നമ്മളുടെ ചടങ്ങ് അതും ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. എല്ലാവർക്കും പരേതാത്മാക്കളുടെ എല്ലാവിധ അനുഗ്രഹാശീസ്സുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.